ഗൂഗിൾ ആഡ്സിൽ PMax ക്യാമ്പയിൻ എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ PMax എന്താണെന്നും എങ്ങനെയാണ് ഒരു PMax ക്യാമ്പയിൻ സെറ്റ് ചെയ്യാമെന്നും PMax ഇൻ ആക്ഷൻ ലൈവായിട്ട് ഇപ്പോൾ ഒരു ക്യാമ്പയിനിൽ PMax ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ തന്നെ എപ്പോഴൊക്കെ PMax ഉപയോഗിക്കരുത്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. PMax ഗൂഗിളിന്റെ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്നും പറഞ്ഞിട്ട് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്നല്ല അത്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് പ്രോപ്പർലി ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരുന്നു. അതേപോലെ തന്നെ എപ്പോഴാണ് PMax ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യും. PMax എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം പെർഫോമൻസ്, അതായത് ഗൂഗിൾ ആഡ്സിന്റെ മാക്സിമം പെർഫോമൻസ് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതായത് ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോംസ് എവിടെയൊക്കെയാണ്, എന്തൊക്കെ ടച്ച് പോയിന്റ്സ് ആണ് ഗൂഗിള് ആൾക്കാരൊക്കെ ഉള്ളത് നിങ്ങൾ ആലോചിക്കുക. എന്തൊക്കെയാണ്? സെർച്ച്, ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ്, ഡിസ്പ്ലേ, ഡിസ്കവർ, മാപ്സ്, ജിമെയിൽ. ഇതിൽ ചില ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും ഡിസ്പ്ലേയും ഡിസ്കവർ. ഡിസ്പ്ലേ എന്ന് പറയുന്നത്, നമ്മൾ പല സൈറ്റുകളിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആപ്പിന്റെ ബാക്കിൽ പല സ്ഥലത്തും ഈ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ കോർണറിൽ മൂലക്ക് ഇവിടെയൊക്കെ പല സ്ഥലങ്ങളായിട്ട് ചില പരസ്യങ്ങൾ കാണുമല്ലോ. അതിനെയൊക്കെയാണ് ഡിസ്പ്ലേ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇപ്പോൾ റോട്ടിൽ പോകുമ്പോൾ കാണുമല്ലോ പല പല ഡിസ്പ്ലേ ബോർഡ്സ്, അത് തന്നെ വെബ്സൈറ്റ്സിൽ കാണുന്നു. അതേപോലെ ഡിസ്കവർ എന്ന് പറയുന്നത് നമ്മളുടെ ആൻഡ്രോയിഡ് ആപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ന്യൂസ് പോലത്തെ സംഭവങ്ങളൊക്കെ വരും, കുറച്ച് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ. ഇതിനെയാണ് ഗൂഗിൾ ഡിസ്കവർ എന്ന് പറയുന്നത്. ഇത് ഞാൻ സ്ഥിരം വായിക്കാറുണ്ട്. മനസ്സിലായി, ഇതൊരു ന്യൂസ് ഫീഡ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരുടെ മുമ്പിൽ പരസ്യം ഒറ്റയടിക്ക് എത്തിക്കുക എന്നതാണ് PMax എന്ന് പറയുന്നത്. അതായത് പണ്ടൊക്കെ നമ്മൾ ഓരോരോ സ്ഥലത്തിനും ഓരോരോ സ്പെഷ്യൽ സെപ്പറേറ്റ് ക്യാമ്പയിൻസ് ഉണ്ടാക്കണം. ഇപ്പോഴും അതിന് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ PMax ആകുമ്പോൾ ഒറ്റയടിക്ക് തന്നെ ഈ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പരസ്യം കാണിക്കാം. അത് വെറുതെ കാണിക്കുകയല്ല, ഗൂഗിളിന് അറിയാം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസസ് എവിടെയാണ്, എവിടൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്ക് വരാനായിട്ട് അവർ പല സ്ഥലങ്ങളിലും പരസ്യം കാണിച്ച് അവസാനം നമ്മളുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഒരു കൺവേർഷൻ ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റാണ് പെർഫോമൻസ് മാക്സ് അല്ലെങ്കിൽ PMax എന്ന്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു PMax ക്യാമ്പയിൻ സെറ്റ് ചെയ്യുക എന്ന് നമുക്ക് അടുത്തതായി കാണാം. ഇപ്പൊ സപ്പോസ് എൻ്റെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ PMax ക്യാമ്പയിൻ റൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രൈമറിലി ആയിട്ട് നിങ്ങൾ ഇപ്പൊ കുക്കിങ്ങിന് പോകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എടുത്തു വെക്കൂലേ, അതേപോലെ നിങ്ങൾ എടുത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ലാൻഡിംഗ് പേജിന്റെ ലിങ്ക് എടുത്തു വെക്കുക. ഇപ്പൊ ഈ കേസിൽ നമ്മുടെ കോഴ്സിന്റെ ലിങ്ക് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ യൂട്യൂബ് വീഡിയോസ് വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഉള്ള ഒന്ന് രണ്ട് മൂന്ന് യൂട്യൂബ് വീഡിയോസിന്റെ ഫൈനൽ URL എടുത്ത് വെച്ചേക്കണം. പിന്നെ നിങ്ങൾ എടുത്തു വെക്കേണ്ടത് ഇമേജസ് ആണ്. ഓക്കെ, അതായത് പോസ്റ്റേഴ്സ്, പല പല രീതി പോസ്റ്റേഴ്സ്. യൂഷ്വലി പോസ്റ്റേഴ്സിൽ അധികം ടെക്സ്റ്റ് കണ്ടന്റ് ഇല്ലാതെ വെക്കുന്ന ഇമേജസ് വെക്കാനാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് കീവേഡ്സ് ആണ്. എന്തൊക്കെ കീവേഡ്സിലാണ് നിങ്ങൾ റൺ ചെയ്യാൻ പോകുന്നത്, എന്ത് സെർച്ച് ചെയ്യുമ്പോഴാണ് ആൾക്കാർ പരസ്യം കാണുന്നത്, ഈ മൂന്നാല് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ റെഡി ആയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ ആഡ്സിൽ പോയിട്ട് നേരെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് ഗൈഡൻസ് അല്ലെങ്കിൽ ലീഡ്സ്, ഏത് രീതിയിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ലീഡ്സ് ആണല്ലോ എപ്പോഴും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്, അപ്പോൾ ലീഡ്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് എന്തൊക്കെ തരം കൺവേർഷൻ ആണ് നമ്മൾ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ ലാൻഡിംഗ് പേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോൺ കോൾ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ കോളും വാട്സാപ്പും ലീഡ് ഫോമും ഉണ്ട്. ഇതിനൊക്കെയാണ് കൺവേർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൺവേർഷൻ ഗോൾ എന്ന് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫോൺ കോൾസ് വരാൻ, കൂടുതൽ വാട്സാപ്പ് വരാൻ, കൂടുതൽ ലീഡ് ഫോം വരാനായിട്ട് ഈ ഒരു ക്യാമ്പയിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. അതായത് ക്യാമ്പയിൻ ചുമ്മാ വെറുതെ കറങ്ങി നടന്നാൽ പോരാ, ചുമ്മാ പെർഫോം ചെയ്താൽ പോരാ. കൂടുതൽ വാട്സാപ്പും കൂടുതൽ ഫോൺ കോളും കൂടുതൽ ലീഡ് ഫോംസും വരാനായിട്ടുള്ള രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യണം ഗൂഗിളെ എന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ഗൂഗിൾ ആഡ്സോട് പറയുന്നത്. പക്ഷെ ചില ആൾക്കാർ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ കൺവേർഷൻ ട്രാക്കിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ PMaxനെ പറ്റി ചിന്തിക്കേ പാടില്ല. മനസ്സിലായില്ല? പ്രോപ്പർ കൺവേർഷൻ ട്രാക്കിംഗ് സെറ്റ് ആയാൽ മാത്രമേ നിങ്ങൾ ആക്ച്വലി PMax ഉണ്ടാക്കാൻ പാടുള്ളൂ.
ഓക്കെ. അപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് കൺവേർഷൻ റാങ്കിങ്സ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് ട്രാക്ട് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ. നിങ്ങളുടെ കേസിൽ ലീഡ് ഫോം ആണെങ്കിൽ ലീഡ് ഫോം എന്താണെന്ന് വെച്ചാൽ അത്. ഓക്കെ. കണ്ടിന്യൂ. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പി മാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഫൈനൽ യു ആർ എൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫൈനൽ യു ആർ എൽ ആയിട്ട് ഈ ഒരു ലിങ്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. പെർഫോമൻസ് മാക്സ് നിങ്ങളൊരു പേര് കൊടുക്കുക. എപ്പോഴും നല്ല നെയിമിംഗ് കൺവെൻഷൻസ് ഫോളോ ചെയ്യുക. ഓക്കെ. അതായത് ഇപ്പോൾ ഡേറ്റ് സഹിതം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും എപ്പോഴാണ് നിങ്ങൾ തുടങ്ങിയത് കാര്യങ്ങൾ. ഓക്കെ. കണ്ടിന്യൂ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഈ ക്യാമ്പയിനർ പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൺവേർഷൻസ് ആയിരിക്കും. കൺവേർഷൻ വാല്യൂ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇത് കൂടുതലും ഇ കൊമേഴ്സ് പ്രൊഡക്ട്സിലാണ് അത് വരുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കറിയാം ഒരു കൺവേർഷന് എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ 500 രൂപയാണ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ കൂടുതൽ 500 രൂപയുടെ സെയിൽസ് കൂടുതൽ നടക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാക്സ് യൂസ് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റാണ്. പക്ഷെ നമ്മളെപ്പോഴും പൊതുവെ ജനറൽ ആൾക്കാരൊക്കെ വരുന്നത് നമുക്ക് കൺവേർഷൻസിൽ ഫോക്കസ് ചെയ്യുക എന്നതാണ്. ഒരു ടാർഗറ്റ് കോസ്റ്റ് പെർ ആക്ഷൻ ഇടാം. അപ്പൊ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ക്യാമ്പയിൻസിൽ ഇപ്പൊ ഒരു 300 രൂപക്കാണ് ഒരു ഫോൺ കോൾ വരണമെങ്കിൽ, അല്ലെങ്കിൽ 300 രൂപക്കാണ് ഒരു ലീഡ് ഫോം വരണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഗൂഗിളെ നീ എങ്ങനെ വേണമെങ്കിലും ഓടിച്ചോ, എവിടെ വേണമെങ്കിലും പരസ്യം കാണിച്ചോ, പക്ഷേ 300 രൂപക്ക് എനിക്ക് റിസൾട്ട് തരണം, അല്ലെങ്കിൽ കൊണ്ടുവരണ്ട എന്ന് പറയാനായിട്ടാണ് നമ്മളവിടെ ഒരു ടാർഗറ്റ് കോസ്റ്റ് പെർ ആക്ഷൻ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത് കൊടുക്കുന്നില്ല. കാരണം എനിക്ക് എത്രയാണെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, ഇതൊരു പുതിയ ക്യാമ്പയിനാണ്. പല പല രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചാൾ ഓടിയിട്ട് ഒരു അവനൊന്ന് ഓടിച്ചിട്ട് നമുക്കൊരു ഏകദേശം ഒരു കൺവേർഷൻ ഒരു 300 രൂപ 400 രൂപ എന്നൊരു സാധനം എത്തിക്കട്ടെ. കൺവേർഷൻസ് വരട്ടെ ഈ ക്യാമ്പയിനിലൂടെ. അപ്പോൾ ഇനിഷ്യൽ റണ്ണിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചാൾ ഓടിച്ചിട്ട് ഒരു സ്റ്റേബിൾ കൺവേർഷൻസ് വരുന്ന രീതിയിൽ ആകുമ്പോഴാണ് നമ്മൾ വന്നിട്ട് ടാർഗറ്റ് കോസ്റ്റ് പെർ ആക്ഷൻ ഇടുന്നത്. അതാണ് ഒരു ഗൂഗിൾ ആഡ്സ് ബെസ്റ്റ് പ്രാക്ടീസ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ലൊക്കേഷൻസ് ആഡ് ചെയ്യാം. ഉം. എപ്പോഴും ഇങ്ങനെ ഓൾ കൺട്രീസ് ആൻഡ് ടെറിട്ടറീസ് അല്ലെങ്കിൽ ഇന്ത്യ ആസ് എ ഹോൾ അങ്ങനെ കൊടുക്കാതിരിക്കുക. അത് ഇത്രയും കൺട്രീസിന്റെ അകത്ത്, ഐ മീൻ അത്രയും വലിയ സ്ഥലത്ത് നമ്മൾ ബഡ്ജറ്റ് പെർഫോം ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെടാതിരിക്കുക. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഇപ്പോൾ ലൈക്ക് കേരള എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റ് കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. വലിയ ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വലിയ കൺട്രീസ് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് ആ ഒരു കുറച്ചും കൂടി ക്ലോസ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ. ഇപ്പൊ എനിക്ക് റൺ ചെയ്യാൻ താല്പര്യമുള്ളത് ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്കിപ്പോൾ മലയാളി സ്റ്റുഡൻസ്, ബിസിനസ് ഓണേഴ്സും നമ്മൾ കോഴ്സ് എടുക്കാറുണ്ട്. അപ്പൊ നമുക്കിപ്പോൾ കേരളത്തിൽ ഓടിക്കാം, അതേപോലെ തന്നെ GCC കൺട്രീസിൽ എനിക്ക് ഓടിക്കാം. മനസ്സിലായോ? അപ്പോൾ കേരളം വെച്ച് നമ്മൾ പോകുന്നു. ഓക്കെ. കൺട്രി, ഐ മീൻ ലാംഗ്വേജസ് ഇംഗ്ലീഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ലാംഗ്വേജസും അങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ. ഒരുപാട് ഫേക്ക് ലീഡ്സ് കയറി വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ലാംഗ്വേജസ് അങ്ങനെ കൊടുത്താൽ മതി. നോ, ദിസ് ക്യാമ്പയിൻ ഡസൻറ്റ് ഹാവ് EU പൊളിറ്റിക്കൽ ആഡ്സ്. അത് ഈ ഇടയ്ക്ക് വന്ന ഒരു പുതിയൊരു സംഭവമാണ്. എല്ലായിടത്തും അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പൊളിറ്റിക്കൽ ആഡ്സ് റൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. എപ്പോഴും നോ അടിച്ചു പോവുക കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗൂഗിളിന്റെ അസറ്റ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ കുറച്ച്, അതായത് ഓൾറെഡി ഈ ലാൻഡിംഗ് പേജിന്റെ URL അവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് പോയി അവര് ഡേറ്റ എടുത്ത് ആ ഡേറ്റ വെച്ചിട്ട് നമ്മളുടെ ഹെഡ്ലൈൻസും ഇമേജസും ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് AI സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ഞാൻ പൊതുവെ ഇത് സ്കിപ്പ് ചെയ്യാറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇന്റർനെറ്റ് മാർക്ക് അത് തന്നെ, അത് ആ ലിങ്ക് വെച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ആണ്, ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണ്, ടെസ്റ്റ് മാർക്കറ്റിംഗ് കറക്റ്റ് ആണ് കേട്ടോ. അവരുടെ സ്റ്റഡി കറക്റ്റ് ആണ്. അതേപോലെ തന്നെ അവര് എന്താ പറയാ, ഒരു ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ അകത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി എടുത്തത്, ഞാൻ കൊടുത്തതല്ല. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാനാ പറയുന്നത്. അപ്പൊ ഞാൻ യൂഷ്വലി ഇത് കൊടുക്കാറില്ല. ഞാൻ അതെന്താ ചെയ്യുക, സ്കിപ്പ് അടിച്ച് പോകാറാണ്. ഓക്കെ. അപ്പൊ ഞാൻ സ്കിപ്പ് അടിച്ച് പോകുവാണ്. പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് ആഡ് ഗ്രൂപ്പ്സ് അല്ല, അസറ്റ് ഗ്രൂപ്പ്സ് ആണ്. നമ്മൾ ഓരോരോ അസറ്റ്സ് ആണ് ഗൂഗിൾ ആഡ്സിന് കൊടുക്കുന്നത് ഈ ക്യാമ്പയിൻ പെർഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസിനസിന്റെ പേര് കൊടുക്കുന്നു. ഓക്കെ. ഇതായിരിക്കും നമ്മളുടെ എന്താ പറയാ,
ഈ ബിസിനസ്, അതായത് ഇപ്പൊ ഒരു സെർച്ച് ആഡൊക്കെ വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണിക്കും, നമ്മുടെ ബിസിനസിന്റെ പേര് കാണിക്കും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലോഗോസ് ആഡ് ചെയ്യാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ലോഗോസും നിങ്ങൾ കയ്യിൽ റെഡിയാക്കി വെക്കുക. റൈറ്റ്. നമുക്ക് 5 ലോഗോസ് വരെ ആഡ് ചെയ്യാം. അത് പല ഡയമെൻഷനിലും പല രീതികളിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരെണ്ണം ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഇത് എനിക്കൊന്ന് ഈ സജസ്റ്റഡ് ലോഗോസ് അവര് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതായിരിക്കും. ഉം. പിന്നെ അടുത്ത് നമ്മൾ ഫൈനൽ യു ആർ ആണ് നമ്മൾ അടുത്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പിന്നെ വരുന്നത് ഫോൺ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ, കുറച്ച് കോൾസ് ഈ ആഡിൽ നിന്നും നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഫോൺ നമ്പർ ഞാൻ കൊടുക്കാം. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ കൺവേർഷൻ ആക്ഷൻ, ഓക്കെ, കോൾ ഫ്രം ആഡ്സ് എന്ന് പറയുന്ന കൺവേർഷൻ ട്രാക്കിംഗ്. ഓക്കെ, കൺവേർഷൻ ട്രാക്കിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അല്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന എൻ്റെ വാട്സാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മീറ്റ് പ്രോ ലിങ്ക് ഉണ്ട്. അത് മീറ്റ് പ്രോ ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്നായിട്ട് ഒരു 1-on-1 കൺസൾട്ടേഷൻ, എൻ്റെ ഒരു ഡേറ്റും ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇരുന്ന് സംസാരിച്ച് പറഞ്ഞു തരും ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സേവ് ചെയ്യുന്നു, എന്നിട്ട് അപ്ലൈ ചെയ്യുന്നു. പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മുടെ ഹെഡ്ലൈൻസ് ആണ്. നമുക്ക് കുറച്ചധികം ഹെഡ്ലൈൻസ് കൊടുക്കും. സാധാരണ സെർച്ച് ആഡ്സിൽ 15 ഹെഡ്ലൈൻസ് ആണ്. എന്നാൽ ഇവിടെ 15 ഹെഡ്ലൈൻസ് മാത്രമല്ല, കുറച്ച് ലോങ് ഹെഡ്ലൈൻസും ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. റൈറ്റ്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസും. ഓക്കെ, എനിവേ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴ്സിലൊക്കെ പ്രോപ്പറായിട്ട് ഹെഡ്ലൈൻ സെറ്റ് ചെയ്യേണ്ട രീതികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ വളരെ ഈസി ആയിട്ട് ചാറ്റ് ജി പി ടി വെച്ച് ചെയ്യാം, AI ടൂൾസ് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ജനറേറ്റ് ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ജെമിനായി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു AI ഹെഡ്ലൈൻ ജനറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താ പറയാ, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇതിന് മുന്നത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ലേ? ആ സ്റ്റെപ്പിൽ വരുന്ന പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എഴുതി നോക്കുക, എന്താ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഏതായാലും നമ്മൾ ചെയ്യുവാണല്ലോ, അപ്പൊ നമുക്ക് നോക്കാം. എന്നിട്ട് അത് സെറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഹെഡ്ലൈൻസ് ഇട്ട് നമുക്ക് നോക്കാം. ഞാൻ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് തന്നെ മെയിൻ കാര്യം സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. അതേപോലെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി മെൻഷൻ ചെയ്യാം. അതായത് നമ്മളൊരു ഒരു ഗൂഗിൾ ആഡ്സിന്റെ കോഴ്സാണ് എന്നും കൂടി നമുക്ക് 5000 രൂപ പറഞ്ഞെടുക്കണമല്ലോ. ദിസ് ഇസ് എ ഗൂഗിൾ ആഡ്സ് കോഴ്സ്. അപ്പൊ ഗൂഗിൾ ആഡ്സ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ട്രെയിനിങ്ങും കൊടുക്കും, അതേപോലെ തന്നെ അതായത് ലൈവ് സപ്പോർട്ടും കൊടുക്കും, അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു യൂണിക് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. കാരണം മറ്റേ സ്ഥലത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക, റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈവ് ട്രെയിനിങ് മാത്രം ഉണ്ടാവുള്ളൂ. ഇത് വെച്ചാൽ രണ്ടിനും കോമ്പിനേഷൻ ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ പ്രൊജക്ട്സിലൊക്കെ, നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചതെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുകയും നിങ്ങൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫോർ ബിസിനസ് ഓണേഴ്സ് ആൻഡ് വർക്കിംഗ് പ്രൊഫഷണൽസ്. അപ്പോൾ രണ്ടുപേർക്കും ഉണ്ട്. സെയിം സെയിം പ്രൊഡക്റ്റ് തന്നെ രണ്ട് ഡിഫറെന്റ് ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ എന്നാലും അത് നിങ്ങൾ ഐഡിയലി ചെയ്യുമ്പോൾ ഒരു ക്യാമ്പയിൻ ബിസിനസ് ഓണേഴ്സിന് മാത്രം, ഒരു ക്യാമ്പയിൻ വർക്കിംഗ് പ്രൊഫഷണൽസിന് മാത്രം. കാരണം ഡിഫറെന്റ് ആൾക്കാർക്ക് ഡിഫറെന്റ് മെസ്സേജിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ബിസിനസ് ഓണേഴ്സിന് ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് പറയുന്ന കാര്യങ്ങളല്ല വർക്കിംഗ് പ്രൊഫഷണൽസിന് കൊടുക്കേണ്ടത്. കാരണം വർക്കിംഗ് പ്രൊഫഷണൽസ് അവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടെൻഷൻ ജോലി പോകുമോ, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിന്റെ കാശ് നഷ്ടപ്പെടുവോ, അങ്ങനത്തെ. ബിസിനസ് ഓണേഴ്സ് കുറച്ചും കൂടി അവർക്ക് ഇത് എന്തുവാണ് പല ഏജൻസിക്കാരുടെ അടുത്ത് കൊടുത്തിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ, എനിക്കിനി ചതിക്കപ്പെടരുത്, അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഐഡിയോളജിയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഐഡിയലി ഒറ്റ ആഹ്, ഒരു 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 ക്ലൈന്റ്, ഒരു ടാർഗറ്റ് ഓഡിയൻസ് മാത്രമാണ് നമ്മൾ എന്തും ഇപ്പോഴും ചെയ്യേണ്ടത്. അത് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ട് ജനറേറ്റ് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്ന് പോസ് ചെയ്യാം. എന്നാൽ AI നമ്മളെ തോൽപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. അവർക്ക്, സോറി, നമ്മൾ AI തോൽപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. കാരണം അവർക്ക് ഒരു സജഷൻസ് ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ദിസ് ഇസ് എ ഗൂഗിൾ ആഡ്സ് കോഴ്സ് ഫോർ ബിസിനസ് ഓണേഴ്സ് എന്ന് മാത്രം ഇട്ടാൽ എന്തെങ്കിലുമൊക്കെ വരുവോടി എന്ന് നമുക്ക് നോക്കാം. എന്നാൽ അതിലും ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്വന്തമായിട്ട് ഹെഡ്ലൈൻസ് വെക്കാൻ പോകുന്നു.
ഓക്കെ. പക്ഷെ ഞാൻ ഹെഡ്ലൈൻസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് കാണുന്നില്ല. ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. ഞാനിവിടെ കുറച്ച് ഹെഡ്ലൈൻസ് ഇട്ടിട്ട് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നു. കാരണം ഹെഡ്ലൈൻസ് ഉണ്ടാക്കാൻ പറ്റിയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനും മറ്റ് വീഡിയോസും ചാനലിൽ കയറി നോക്കുക. ഓക്കെ. അപ്പോൾ ഞാനൊന്ന് ഓടിച്ചിട്ടിട്ട് കുറച്ച് ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുണ്ടോ ഈ റൈറ്റ് സൈഡിൽ ഈ പ്രിവ്യൂ കാണുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പരസ്യം വരിക. പക്ഷേ നമ്മൾ ഇത് ഈ പ്രിവ്യൂ കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് കുറച്ച് ഇമേജസും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇമേജസ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഓക്കെ, എനിക്കിപ്പോൾ ഓൾറെഡി ഒന്ന് രണ്ട് ഇമേജസ് ഉണ്ട്. നല്ല നല്ല ഇമേജസ് കയ്യിൽ വെക്കുക കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം കുറച്ച് AI ഇമേജസ് ഒക്കെയാണ് ഇടുന്നത്. നമ്മളിതൊരു സാമ്പിളിന് കാണിക്കുവാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ 20ഓളം ഇമേജസ് ഇവിടെ കയറ്റാൻ പറ്റും. 20 ഇമേജസ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അത് സേവ് ചെയ്യാം. ഉം. അപ്പൊ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണുമ്പോൾ പ്രിവ്യൂ കുറച്ചും കൂടി മാറി മാറി വരുന്നത് കാണാം. കണ്ടാ? ഓക്കെ. ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഡിസ്പ്ലേയിൽ വരുന്നത്. ഇപ്പൊ യൂട്യൂബ് ചാനൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോസും ചിലപ്പോൾ നിങ്ങളുടെ ഈ ഡിസ്പ്ലേ ആഡ്സ് ഉൾപ്പെടെ യൂട്യൂബ് ചാനലിൽ ചിലപ്പോൾ കയറി വരും. ഉം. ഇനി അടുത്ത പോയിന്റിലാണ് നമ്മൾ യൂട്യൂബ് വീഡിയോസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ ചാനലിനകത്ത് വീഡിയോസ് ഉണ്ട്. ഐ മീൻ എൻ്റെ ഈ ഗൂഗിൾ ആഡ്സിൻ്റെ അകത്ത് വീഡിയോസ് കിടപ്പുണ്ട്. അപ്പൊ എനിക്കിത് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്കിപ്പോ ഇവിടെ വന്നിട്ട് സപ്പോസ് ഈ നിങ്ങളുടെ ചാനലിൽ തന്നെ അല്ലെങ്കിൽ വേറെ വീഡിയോ ആയാലും കുഴപ്പമില്ല. ഇപ്പോ ദേ ഇത് എടുത്തിട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഓക്കെ, ഇവിടെ വന്ന് ഇങ്ങനെ പേസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഈ ഒരു വീഡിയോ അവിടെ സെലക്റ്റഡ് ആവും. അപ്പൊ എനിക്ക് എന്റെ കേസ് ആണെങ്കിൽ എനിക്കിപ്പോൾ അത്യാവശ്യം കുറെ വീഡിയോസ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പലതും സെലക്ട് ചെയ്ത് ഇത് കുറച്ച് പ്രൊമോഷണൽ വീഡിയോസ് കയറ്റി അങ്ങനെ 5 വീഡിയോസ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനലിൽ പരസ്യം വരുമ്പോൾ ചിലപ്പോൾ ഇതിപ്പോ ഡിസ്പ്ലേ ആണ് കാണിക്കുന്നത്, ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് സൈറ്റ് ലിങ്ക്സ് ആണ്. സൈറ്റ് ലിങ്ക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലാൻഡിംഗ് പേജ് അല്ലാതെ നിങ്ങളുടെ സൈറ്റിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ സൈറ്റിൽ തന്നെ ഇപ്പോൾ ശരി, ഇത് ലാൻഡിംഗ് പേജ് ആണ്. ഇപ്പോൾ ബ്ലോഗ്, കോണ്ടാക്ട്, അബൌട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടോ? ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഇതാണ് ഹോം പേജ്. ഇപ്പോൾ ഹോം പേജ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒരു ഫയൽ URL ഇട്ട് കൊടുക്കാം. എന്നിട്ട് നോ, ഒരു ഹെഡിങ് പോലെ നോ മോർ അബൌട്ട് മീ. ഓക്കെ. ഓക്കെ. ഗൂഗിൾ ആഡ്സ് ട്രെയിനർ, റൈറ്റ്. പിന്നെ എന്തിട്ടാണ് ലേൺ നൗ, എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, റൈറ്റ്. അതേപോലെ നിങ്ങൾക്ക് വേറെ എന്ത് കൊടുക്കാം. ഇപ്പോൾ കോഴ്സസ് എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഈ സൈറ്റ് കാണുന്നില്ല. എനിവേ, അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വ്യൂ ഓൾ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഹെഡിങ് കൊടുക്കാം, വ്യൂ ഓൾ കോഴ്സസ്, റൈറ്റ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓക്കെ ഗെറ്റ് വേണമെങ്കിൽ വെച്ചപ്പോൾ ഒരു ഇത് കൊടുക്കാം, ഗെറ്റ് 10% ഓഫർ ടുഡേ. ഓക്കെ, ലേൺ മോർ. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇതായി, റൈറ്റ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വരും. മനസ്സിലായോ? ഇവിടെ വരും. അങ്ങനെ 4-5 എണ്ണം കൊടുക്കണം. ഒരു 4 എണ്ണം മിനിമം കൊടുത്താലാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ഗൂഗിൾ ആഡ്സുകാർ പറയുന്നത്. അത്രയും നിങ്ങൾ കൊടുക്കുക. ഞാൻ നിങ്ങളെ കാണിക്കുവാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ ഗൂഗിൾ സെർച്ച് ആഡിലൊക്കെയാണ് കൂടുതൽ ഇത് കണ്ടിട്ടുള്ളത്. സെർച്ച് ആഡ്സിൽ വരുമ്പോൾ ഇപ്പൊ നിങ്ങൾ ആ ഒരു പ്രിവ്യൂ ഉണ്ടല്ലേ, അതും സെർച്ച് ആഡിന് വേണ്ടിയിട്ടായിരുന്നു. കണ്ടോ? അപ്പൊ നമ്മുടെ ഗൂഗിൾ എന്താ പറയുക, സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്റെ ബിസിനസ് നെയിം വരും. അതിന്റെ ഒരു ഹെഡ്ലൈൻസ് ഇത് വ്യൂവർ കോഴ്സസ് ആഡ് ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ ടു ആക്ഷൻ ഓട്ടോമേറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ചില ആൾക്കാർക്ക് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഗെറ്റ് കോഡ് അല്ലെങ്കിൽ അപ്ലൈ നൗ, ഒരു കോഴ്സ് അല്ലേ, അപ്പൊ നമുക്കൊരു അപ്ലൈ നൗ എന്നൊരു ബട്ടൺ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എപ്പോഴും ഗൂഗിൾ ആഡ്സിന്റെ ഓട്ടോമേറ്റഡ് ഇതിലേക്ക് വിടുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാലോ ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പരസ്യം കാണിക്കേണ്ടത്, എങ്ങനെ സെർച്ച് ചെയ്താലാണ് അല്ലെങ്കിൽ എന്ത് ബട്ടൺ ക്ലിക്ക് ചെയ്താലാണ് കൂടുതൽ റിസൾട്ട് വരിക എന്ന് അവർക്ക് വരാം. അപ്പൊ അവർക്ക് ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിൽ അവരുടെ സ്വഭാവം അനുസരിച്ച് ബട്ടൺ കാണിക്കാം അല്ലെങ്കിൽ കാണിച്ചോട്ടെ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഓട്ടോമേറ്റഡ് സെലക്ട് ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് വരുന്നത് അസറ്റ്സ് ആണ്. ഉം. അപ്പൊ അസറ്റ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു പ്രൊമോഷൻ, ഇപ്പോ ദീപാവലി. ഓക്കെ, ഇപ്പൊ ദീപാവലിക്ക് നമുക്ക് എന്ത് ചെയ്യാം,
ഒരു ഓഫർ കൊടുക്കാം. അപ്പൊ ഇവിടെ വന്നിട്ട് ഒക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്രിസ്മസ് വരുന്നു. ഇപ്പൊ ക്രിസ്മസ് നിങ്ങൾക്ക് 10% ഓഫർ കൊടുക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 10 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് പറയാം കോഴ്സ്, ഈ ഒരു കോഴ്സിന് അല്ലെങ്കിൽ കോപ്പൈലറ്റ് പ്രോഗ്രാം, നമ്മളുടെ കോഴ്സിന്റെ പേരാണ് കോപ്പൈലറ്റ് പ്രോഗ്രാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനൊരു ഫയൽ യു ആർ കൊടുക്കുക. ഐഡിയലി നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാൻഡിംഗ് പേജിലും ആ ഒരു കൂപ്പൺ കോഡ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന്റെ ഐ മീൻ ഈ ഒരു പ്രൊമോഷന്റെ കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. ഉം. ഇനി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു QR കോഡ് കൊടുക്കാം. ഏഹ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഓക്കെ 5000 രൂപയ്ക്ക് മേലെയുള്ള സാധനങ്ങൾക്ക് മാത്രമേ ഇത്ര ഓഫർ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് പ്രൊമോ കോഡ് കൊടുക്കാം. പ്രൊമോ കോഡ് ഫോർ എക്സാമ്പിൾ എന്താണ്, എക്സ്മസ് എക്സ്മസ് 20 ഓഫ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോഡായിരിക്കും ഇവിടെ ഡിസ്പ്ലേഡ് ആയിട്ട് വരിക. ഓക്കെ, ചിലപ്പോൾ റിവ്യൂസിൽ അവിടെ കാണും. നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത്രയും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കും. ഐഡിയലി നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ ഈ കോഡൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാണിക്കണം. പക്ഷെ എല്ലാവർക്കും അത്രയും വലിയ സഫിസ്റ്റിക്കേറ്റഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. പക്ഷെ എന്നാലും അവർ വിളിക്കുമ്പോൾ, നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കണം. ഇനി നിങ്ങൾ വലിയ ബിസിനസ് ആണ്, നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് സെയിൽസ് ടീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഇത് പറയണം. അല്ലെങ്കിൽ നാളെ കസ്റ്റമർ വന്നിട്ട് ചോദിക്കും, സാർ നമ്മൾ അന്ന് ഒരു കൂപ്പൺ കോഡ് കണ്ടിരുന്നു ആഡില്, അതൊന്നില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ സെയിൽസ് എന്താ, ഏത് കൂപ്പൺ കോഡ് എന്ന് ചോദിക്കാൻ ഒരു ഇട വരുത്തരുത്. അപ്പൊ നിങ്ങൾ എന്താണോ പ്രാക്ടിക്കലി നിങ്ങൾ ആഡ്സിൽ സെറ്റ് ചെയ്യുന്നത്, അതൊരു സെയിൽസ് സ്ട്രാറ്റജി ആയിട്ട് ലയിച്ചു പോകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, സേവ് ക്ലിക്ക് ചെയ്യാം. അടുത്തതായി നമ്മൾക്ക് പ്രൈസ് സെറ്റ് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിവിടെ കൊടുക്കേണ്ട നമുക്ക് ഇവിടെ ആവശ്യമില്ല. പിന്നെ മെസ്സേജസ്, അതായത് ഇവർക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വാട്സാപ്പിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഫോൺ നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ട് ആൾക്കാർക്ക് ആഡിൽ നിന്ന് ഡയറക്റ്റ് നമ്മളെ വാട്സാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നുമില്ല, ജസ്റ്റ് വാട്സാപ്പ് ഫോൺ നമ്പർ കൊടുക്കുക, ഒരു മെസ്സേജ്, സ്റ്റാർട്ടർ മെസ്സേജ്. ഓക്കെ, എപ്പോഴാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു മെസ്സേജ് ചിലപ്പോൾ വരും, റൈറ്റ്. എന്നിട്ട് ഒരു കോൾ ടു ആക്ഷൻ, അതായത് ഗെറ്റ് കോഡ്, ബുക്ക് നൗ, അപ്ലൈ നൗ, ആ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് ആഡ് കണ്ട അപ്ലൈ നൗ ഓൺ വാട്സാപ്പ്, ആ ആഡിന്റെ ഒപ്പം തന്നെ അപ്ലൈ നൗ വാട്സാപ്പ് എന്ന് പറയുന്ന സംഭവം വരും. അപ്പൊ ഡയറക്റ്റ്ലി നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ വരുന്നതാണ് സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ്സ്. അതായത് ഇപ്പൊ ഈ കോഴ്സിന്റെ വേറെ വേറെ ടൈപ്സ് ഉണ്ടോ. അതായത് ഇപ്പൊ കോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്തിട്ട് എന്താണ്, ബിസിനസ് ഓണേഴ്സ്, അയ്യോ ബിസിനസ് ഓണേഴ്സിന്, പിന്നെ വർക്കിംഗ് പ്രൊഫഷണൽ, പിന്നെ ഇന്റർവ്യൂ ട്രെയിനിങ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം കോഴ്സസ്, ബിസിനസ് ഓണേഴ്സ്, വർക്കിംഗ്, അങ്ങനെ വരും. മനസ്സിലായോ? ഇതൊക്കെ സാധാരണ സെർച്ച് ആ ക്യാമ്പയിൻസിലൊക്കെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. എല്ലാ സാധനങ്ങളും നിങ്ങളിവിടെ കൊടുക്കും തോറും നിങ്ങളുടെ പെർഫോമൻസ്, അതായത് ഗൂഗിളിന്റെ മുമ്പിൽ അവർ നോക്കും, ഇവൻ മാക്സിമം ഡേറ്റ തന്നിരിക്കുന്ന ആളാണ്. ഉം. ഇനി അങ്ങോട്ട് പോകുമ്പോഴേ കുറെ AI കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഡേറ്റ ഉള്ളത്, അവന്റെ മുമ്പിലാണ് എല്ലാ AI പ്ലാറ്റ്ഫോംസും AI ടൂൾസും അവന്റെ ഫേവറിലേക്ക് വർക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു സുഖം ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങൾ ഫണ്ട് ഇട്ടിട്ടായിരിക്കണം നിങ്ങളത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനെപ്പറ്റി ഡീറ്റെയിൽ പിന്നെ പറയാം. പിന്നെ വരുന്നത് നമുക്ക് ലീഡ് ഫോംസ് ആണ്. ഗൂഗിൾ ആഡ്സിനകത്ത് ലീഡ് ഫോം കൊടുക്കുക, അത് ഇത്തിരി ഇൻഎഫക്റ്റീവ് ആണ്, ഞാൻ ചെയ്യാറില്ല. പിന്നെ വരുന്നത് കോൾ ഔട്ട് ആണ്. നമ്മളിപ്പോ ഒരു മീൻ മേടിക്കാൻ പോകുമ്പോൾ ആൾക്ക് പച്ചമീൻ പച്ചമീൻ, പുഴമീൻ, ഇന്ന് വന്നത്, ഫ്രഷ് വന്നത്, അങ്ങനെയൊക്കെ പറയത്തില്ലേ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഓക്കെ, എന്താ പറയാ, 7 ഡേ സപ്പോർട്ട്, നമ്മുടെ കോഴ്സിന് ഏറ്റവും വലിയ അതാണ് 7 ഡേ സപ്പോർട്ട്. അതായത് ഡെയിലി സപ്പോർട്ട് കൊടുക്കും നമ്മള്. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ലൈവ് സെഷൻസ്, ഇൻഡിവിജ്വൽ ക്ലാസ്സസ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യേകത. അപ്പൊ എല്ലാ പ്രത്യേകതകളും ഇങ്ങനെ വിളിച്ചു പറയാ എന്നതാണ് നമ്മൾ കോൾ ഔട്ട് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുന്നു.
നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും ഒരു 4-5 എണ്ണം കൊടുക്കണം കേട്ടോ. എന്നാലാണ് അത് പ്രോപ്പറായിട്ട് എഫക്റ്റീവ് ആവാന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഇനിയാണ് നമ്മളുടെ മെയിൻ സാധനങ്ങൾ കൊടുക്കേണ്ടത്. അതായത് സാധാരണ സെർച്ച് ക്യാമ്പയിൻസിലൊക്കെ കീവേഡ്സ് ആണെങ്കിൽ ഇവിടെ സെർച്ച് തീംസ് അല്ലെങ്കിൽ സിഗ്നൽസ് എന്നൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം എന്താണ് സെർച്ച് തീംസ് നമുക്ക് കൊടുക്കാനുള്ളത്? ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ ആഡ്സ് കോഡ്, ഗൂഗിൾ ആഡ്സ് പ്ലേലിസ്റ്റ് ഇൻ മലയാളം, 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 ഗൂഗിൾ ആഡ്സ് ട്യൂട്ടോറിയൽ. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും ഇങ്ങനത്തെ വീഡിയോസ് ഇറക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല. മനസ്സിലായോ? പിന്നെ അങ്ങനെ അങ്ങനെ ഒരു 50 നിങ്ങൾക്ക് കൊടുക്കാം. ഉം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് താഴെയാണ് നമ്മളുടെ ഡേറ്റ കൊടുക്കുന്ന ഓപ്ഷൻസ് വരുന്നത്. അതായത് ഇപ്പോ ഇപ്പൊ ഇപ്പൊ ഞാനിപ്പോ കുറച്ച് എന്താ പറയാ ഓഡിയൻസ് സെറ്റ് വെച്ചിട്ടുണ്ട്. അതായത് എന്റെ യൂട്യൂബ് വീഡിയോസ് ഇത്ര നാൾ കണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പരസ്യം എന്റെ എന്താ പറയാ യൂട്യൂബ് ചാനൽ കണ്ടിരിക്കുന്ന ആൾക്കാരെ വീണ്ടും പോയി പരസ്യം കാണിക്കും. കാരണം അവരൊക്കെ എന്നെ ഓൾറെഡി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കേസ് വരുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റേഴ്സ് കഴിഞ്ഞ 90 ദിവസത്തിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് പരസ്യം അല്ലാതെയായിട്ടും വിസിറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് അവരിലേക്ക് പരസ്യം കാണിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഇതൊരു റീമാർക്കറ്റിംഗ് സെറ്റപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ ഇത്രയും ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാമ്പയിൻ നന്നായിട്ട് പെർഫോം ചെയ്യും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. ഇവർ പറയുന്ന ബഡ്ജറ്റ് നിർബന്ധമില്ല. ഇപ്പൊ 1200 പറഞ്ഞാൽ മിനിമം ഈ മിനിമത്തിന്റെയും ഇതിന്റെ ഇടയിൽ ഒരു ബഡ്ജറ്റ് എപ്പോഴും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഉള്ളതുപോലെ ഓക്കെ. ഇപ്പൊ എനിക്കൊരു 500 രൂപ അല്ലെങ്കിൽ 500 രൂപ. ഇപ്പൊ ഈ ക്യാമ്പയിൻ ഞാൻ റൺ ചെയ്യുന്നില്ല, ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വേണ്ടി കാണിക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമ്പയിൻ റെഡി ടു പബ്ലിഷ് മോഡാണ്. അപ്പോൾ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം എറേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ നേരെ പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ PMax ക്യാമ്പയിൻ റെഡിയാണ്. ഇത് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട്. അതായത് നമ്മളുടെ ആ ഒരു പ്രിവ്യൂ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചാണ്, ഒന്നും കൂടി കാണിച്ചു തരാം. ഒന്ന്, സെർച്ച് ആഡ്സിൽ ഇങ്ങനെയാണ് പരസ്യങ്ങൾ വരിക. ചില സമയത്ത് ഒരു ഇമേജും ഇവിടെ വരാറുണ്ട്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിന്റെ പുറകില്, വെബ്സൈറ്റിന്റെ പുറകില്, എന്തെങ്കിലും ഇടയിൽ പുറകിൽ ചെയ്യേണ്ട ആ ഒരു 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 ഡിസ്പ്ലേ ആഡ് ആയിട്ട് ഇങ്ങനെ കയറി വരും. ഓക്കെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആപ്പിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ വരും. പിന്നെ യൂട്യൂബ് ആകുമ്പോൾ യൂട്യൂബിന്റെ ചാനലിടയിൽ ഈ ഒരു സംഭവം ഇങ്ങനെ വരും. അതേപോലെ തന്നെ ഡിസ്കവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഗൂഗിൾ എടുക്കുമ്പോൾ ആദ്യം കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് ന്യൂസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് കാണാമല്ലോ. അപ്പൊ അവിടെയും നമ്മളുടെ പരസ്യം ഇങ്ങനെയായിരിക്കും വരുന്നത്. പിന്നെ ഉള്ളത് ജിമെയിലാണ്. ജിമെയിലിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് ഉണ്ടാവുമല്ലോ എല്ലാവരുടെ യൂട്യൂബ് ചാനൽ, എല്ലാവരുടെ ജിമെയിൽ അക്കൗണ്ട്സിൽ ഉണ്ടാവുമല്ലോ. അവിടെ കേട്ടോ ഇങ്ങനെ സ്പോൺസേർഡ് കമ്പനിയുടെ പേരും ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും ആയിട്ട് വരും. ചില ആൾക്കാർക്ക് ഇപ്പൊ ഇവര് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് എവിടെ പോയാലും നമ്മളെ കാണുവാണെന്നേ. അപ്പൊ പിന്നെ നമ്മളുടെ അടുത്ത് മേടിക്കാനായിട്ട് നമുക്കൊരു തോന്നിച്ച, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളുടെ ആൾക്കാർ ഒരു തവണ കണ്ടാൽ നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. കണ്ട് 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 കണ്ടാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എത്രയോ ബിസിനസ്സുകളെയാണ് നമ്മൾ അങ്ങനെ അവരുടെ പ്രോഡക്റ്റ് വാങ്ങുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ PMax ക്യാമ്പയിൻ വരുന്നത്. താഴെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പബ്ലിഷ് ആവും. ഓക്കെ, അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് PMax ഇൻ ആക്ഷൻ ആണ്. അതായത് എനിക്ക് കൂടുതലും PMax വർക്ക് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈല് ഫൈനൽ URL ഇട്ട് ഓടിച്ചപ്പോഴാണ്. അപ്പോൾ അതിന്റെ പെർഫോമൻസ് ലൈവായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന അക്കൗണ്ടിൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ PMax യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, വെറുതെ പോയി PMaxൽ കൊണ്ട് തലയിടരുത്. അത് ഒരുപാട് ഫണ്ട് നിങ്ങളുടെ നിന്ന് വലിച്ചെടുക്കും. അത് പ്രോപ്പറായിട്ട് ചില സാഹചര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഉപയോഗിക്കരുത്. എന്നാൽ അത് എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കരുത് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോന്റെ പാർട്ട് 2ലാണ് ഞങ്ങൾ ഇടുക. അപ്പോൾ പാർട്ട് 2 ആക്സസ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ നമ്മളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം.
അപ്പോൾ എൻ്റെ വെബ്സൈറ്റ് www.digidan.in വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ മാത്രമല്ല, നിങ്ങൾ പഠിപ്പിച്ചെന്ന് ഉറപ്പ് വരുത്തിയ നിങ്ങൾക്ക് ലൈവ് സപ്പോർട്ട് തന്നാണ് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ഉണ്ട്. അതായത് ചാനലിൽ വന്നു കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ആക്സസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം. 199 റുപ്പീസ് പെർ മന്ത് ആണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ സപ്പോസ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ കണ്ട് സംസാരിച്ച് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ എന്താ പറയുക, ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വന്നിട്ട് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരോ ടെസ്റ്റിമോണിയൽസ്, ഒത്തിരി ആൾക്കാർ നമ്മളുടെ അടുത്ത് വന്നിട്ട് അവരുടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിമോണിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. സോ ദിസ് ഇസ് ഡിജിറ്റാൻ. സ്റ്റേ ട്യൂൺഡ്.